ഒരു സാധാരണക്കാരെന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെയാണ്? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലോ, സെലിബ്രിറ്റി ആയില്ലേ, ഇനിയിപ്പോ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്രയും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. എവിടെ തിരിഞ്ഞാലും കുറ്റങ്ങളായിരുന്നു, പരാതിയായിരുന്നു, പരിഭവമായിരുന്നു. ഇപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫുൾ ബിഗ് ബോസ് ടീം ഇറങ്ങിയേക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ്! അനുമോളുടെ PR കമൻറ്റോളികൾ ഒഴികെ ബാക്കി എല്ലാവരും അനീഷിൻ്റെ സൈഡ് പിടിച്ചു എന്ന് കണ്ടതിൽ സന്തോഷം. നാം ആദ്യമേ ഈ സൈഡ് പിടിച്ചിരിക്കുകയാണ്. കാരണം കുറച്ചൊക്കെ നമുക്ക് കളി കണ്ടാൽ അറിയാലോ ആരാണ് ക്വാളിറ്റി ഇല്ലേന്ന്. അപ്പം പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ ഒരു കുമ്പിടി ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷ്മി കുമ്പിടി അഭിപ്രായം 2 പോലെ തന്നെ, സ്വഭാവവും 2 പോലെ, പെരുമാറ്റം 2 പോലെ, സപ്പോർട്ട് 2 പോലെ, എല്ലാം 2-നൊതുങ്ങുന്ന ഒരു കുമ്പിടിയാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡിസ്കസ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ ഈ സ്വഭാവത്തെക്കുറിച്ചാണ്. ബിഗ് ബോസ് ഹൗസിൽ കയറി വന്നപ്പം ഞാനാണ് ബിഗ് ബോസിനേക്കാൾ കളക്ടർ എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. ആ ആറ്റിറ്റ്യൂഡും വെച്ച് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി നന്നായി ഷൈൻ ചെയ്തു. പക്ഷെ വായയിൽ വന്ന വാക്ക് അങ്ങ് ഏറ്റില്ല. അതിൻ്റെ ഭാഗമായി ആദില നൂറ കോൺട്രവേഴ്സിയിൽ ലാലേട്ടൻ വരെ അങ്ങ് അടിച്ചമർത്തി അവിടെ അങ്ങ് ഇരുത്തി. പിന്നെ അങ്ങോട്ട് നമ്മുടെ കുമ്പിടി ചേച്ചീനെ നല്ല രീതിയിൽ ബിഗ് ബോസിൽ അങ്ങ് ചവിട്ടി താഴ്ത്തി ലാസ്റ്റ് ഒരു മാലാഖയുടെ രൂപമായി സൈലൻസ് ഒക്കെ മാറി, ആറ്റിറ്റ്യൂഡൊക്കെ മാറി നിന്നൊരു സ്വഭാവത്തിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഔട്ടായി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് പിന്നെ രണ്ടാമത് റീ എൻട്രിക്ക് വന്ന സമയത്താണ് ഈശ്വര കന്യാമറിയം ഇറങ്ങിയതുപോലെ ഒരു വലിയൊരു സപ്പോർട്ടർ ആയിക്കൊണ്ട് അനുമോളെ അങ്ങോട്ട് താങ്ങി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ. ഇറങ്ങിയപ്പോൾ നല്ല ഹെയ്റ്റ് ആയിരുന്നു. ഈ ഹെയ്റ്റ് പോസിറ്റീവ് ആക്കണമെങ്കിൽ അത് അനുമോൾക്കേ പറ്റൂ. കാരണം അന്നേരം അനുമോളുടെ PR ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ഇറങ്ങിയ സമയം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തതോടുകൂടി അനുമോൾ PRും അനുമോൾ കമൻറ്റോളുകളും അനുമോൾ സപ്പോർട്ട് ടീമും എല്ലാം കൂടെ ഈ പെർട്ടിക്കുലർ വ്യക്തിനെ നന്നായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു. അതിലങ്ങനെ പൊന്തിപ്പോയി അനുമോളുടെ സ്പേസ് ഒക്കെ പിടിച്ചെങ്കിലും പിന്നെ മനസ്സിലായി അനുമോൾ അങ്ങനെ 24 മണിക്കൂറും കിട്ടില്ല എന്ന്. കാരണം അനുവിന് ഇതല്ല പണി. അനുവിന് ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്, അനുവിന് ഇനാഗ്രേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അനുവിന് എത്രയൊക്കെ ആണെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സിനേക്കാളും മോർ ഫ്രണ്ട്സ് ഈ സെലിബ്രിറ്റി ഫെയിമിലുള്ള ആൾക്കാരുണ്ട്. അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അടുത്ത ആൾ ആരാ, അനീഷ് ഏട്ടൻ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പിടിയുടെ കുറച്ച് കഥകളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോത്തെ മെയിൻ വിഷയം. സോ നമുക്ക് ആദ്യം അതിലോട്ട് പോകാം. എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അല്ല, ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ തോന്നുന്നത് ഒരു ഫീലിംഗ് എന്താണ്? അതായത് നെഗറ്റീവ് കമന്റ്സ് ഇതൊന്നും അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലേ. അതൊക്കെ ആരും നോക്കുന്നു, അത് ആൾക്കാരുടെ അഭിപ്രായമല്ലേ, കുറച്ചു പേരുടെ അഭിപ്രായം. പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബി മറ്റ് കണ്ടസ്റ്റന്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അനീഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അത് ഞാൻ പറയാം. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആളും ആക്റ്റീവ് ആയിക്കോളും. ഇറങ്ങി കുറച്ചു നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. ഞാൻ ആൻസർ ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ ലക്ഷ്മി ഈ ഒരു സ്പേസിൽ പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി അനീഷുമായിട്ട് ഒരു തരത്തിലുള്ള കമ്പനിയോ ഒരു തരത്തിലുള്ള കോപ്പറേഷനോ കാണിച്ചിട്ടില്ല. അപ്പം അതൊക്കെ പറയുന്നതിന് മുമ്പ് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള അനീഷ് ഫോളോവേഴ്സിനോടും സപ്പോർട്ടേഴ്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങൾ ലക്ഷ്മീനെ കയറി സപ്പോർട്ട് ചെയ്യരുത്. നാളെ ഇവൾ അടുത്ത ആളുടെ അടുത്തു പോകും, മറ്റന്നാൾ അടുത്ത ആളുടെ അടുത്തു പോകും. ഇതാണ് ഈ പുള്ളിക്കാരിയുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്. സോ ഇപ്പം അനീഷിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അനീഷ് ഫോളോവേഴ്സിനെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. സോ മൈൻഡ് ചെയ്യേണ്ട, ആ വഴിക്ക് അങ്ങ് മാറി നിന്നോ. എൻ്റെ കമൻ്റ് ഇടുന്ന ആൾക്കാരോട് പറയാനില്ല. ഓക്കെ, ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി അനീഷുമായിട്ട് ഒരു തരത്തിലുള്ള കമ്പനിയും ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചിട്ടില്ല. അനീഷുമായിട്ട് ഒരു തരത്തിൽ നിന്നിട്ടുമില്ല, ഒരാശയവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളും അല്ല. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് അനീഷിന് കിട്ടുന്ന ഒരു സ്പേസിൽ പോയി നിന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് മീഡിയക്കാർ ചോദ്യം വളരെ വ്യക്തമായിട്ട് ചോദിച്ചത് അനീഷിൻ്റെ അടുത്താണ്. അനീഷ് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാത്തതെന്നും അനീഷിൻ്റെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം ഇതിന് മറുപടി കൊടുക്കേണ്ട അനീഷാണ്. അനീഷിന് മറുപടിയാണ് മീഡിയക്കാർക്ക് വേണ്ടത്. ലക്ഷ്മീൻ്റെ മറുപടി പറയേണ്ട ആവശ്യം എന്താ?
ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കയറാത്തത് വലിയ ട്രോമേന്റെ ബേസിസിലാണ്. അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മിക്ക് വേണ്ടി ലക്ഷ്മിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അനീഷ് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് അനീഷ് പറഞ്ഞോളൂ. അനീഷിന്റെ റിപ്ലൈ ആണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അനീഷിനെയാണ്. അവിടെ ഈ ലക്ഷ്മിയുടെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എവിടെ ഒരു ക്യാമറ സ്പേസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ കയറി നിന്നിട്ട് അങ്ങ് മെയിൻ ആയിക്കോളും. എന്നിട്ട് എന്തുവാ കിട്ടുന്നത്? ഒന്നിട്ട് കിട്ടുന്നില്ല, ഒരാളോട്ട് സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒരാളോട്ട് തലയിൽ കയറ്റി വെക്കുന്നുമില്ല. ഒരു സാധാരണക്കാരെന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെയാണ്? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലോ, സെലിബ്രിറ്റി ആയില്ലേ, ഇനിയിപ്പോ സാധാരണക്കാരനൊന്നും പറയണ്ട. ഞങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ അനീഷിന്റെ സപ്പോർട്ടേഴ്സ് അനീഷിനെ എന്ത് പേര് വിളിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇപ്പോഴും ഞങ്ങൾ സാധാരണക്കാരനായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം സാധാരണക്കാരനെ എന്ന് വിളിക്കേണ്ട എന്ന് പറയാനുള്ള അധികാരം ലക്ഷ്മിക്കില്ല. അനീഷ് പറഞ്ഞോട്ടെ. അനീഷ് എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫെയിം എന്തോ ഒരു വലിയ സംഭവമായി തലയിൽ കയറ്റി വെച്ച് ഞാൻ എന്തോ വലിയ സെറ്റപ്പാണ്, ഇതൊന്നും അനീഷ് ഇവിടെ പറഞ്ഞിട്ടില്ല. അനീഷ് ഇതൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. ലക്ഷ്മി അതിൻ്റെ ഇടയിൽ കയറി സാധാരണക്കാരനെന്ന് വിളിക്കേണ്ട, കാരണം അനീഷ് ഏട്ടൻ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. ഏത് സെലിബ്രേറ്റ് ചെയ്യാൻ, എവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ, ആര് പറഞ്ഞ്, എന്ത് പറഞ്ഞ്? കുമ്മനടിക്കാം, പക്ഷെ അതിന് ഒരു 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 ഇച്ചിരി സ്റ്റാൻഡേർഡ്. ഒരു സെക്കൻഡ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും 100 ഡേയ്സിൽ നിന്ന് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസർവിംഗ് കാൻഡിഡേറ്റ്. യെസ്, പറയൂ മനീഷ്, അല്ല എനിക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനെന്ന് ചോദിച്ചു. രക്ഷപ്പെടണ്ട. അനീഷ് ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈവൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഈ 10 ലക്ഷം രൂപ തന്നത് വെറുതെ ഒരു കോമണർ ആയതുകൊണ്ടൊന്നുമല്ല, ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്, പുള്ളി ജയിക്കേണ്ടതായിരുന്നു എന്നുള്ള നല്ല തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് എല്ലാവർക്കും 10 ലാക്ക് കൊടുക്കാൻ വേണ്ടി നടക്കില്ല. എങ്ങനെയാണ്, എത്ര കണ്ടസ്റ്റന്റ് കൊടുക്കണം? ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ എന്താ അടിപൊളിയായി കളിച്ച ആളാണ് ആര്യനൊക്കെ കൊടുക്കണ്ടേ? അപ്പം അതിൻ്റെ പെർസ്പെക്റ്റീവിൽ പുള്ളീൻ്റെ ഗെയിം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എനിക്കിവിടെ ഒരു വിധേനയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും എനിക്ക് മനസ്സിലാവാത്തത് ഇവരിവിടെ വരേണ്ട ആവശ്യം എന്താ, ഇവർ ഈ സ്പേസ് കയറി സംസാരിക്കേണ്ട ആവശ്യം എന്താ, അനീഷിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി തരേണ്ട ആവശ്യം എന്താ? എനിക്ക് ഏതൊക്കെ വഴി ആലോചിച്ചിട്ടും ഇതിൻ്റെ ഒരു കണക്ഷനോ ഐഡിയോ അല്ലെങ്കിൽ ഫിലോസഫിയോ കിട്ടുന്നില്ല. ലാസ്റ്റ് അനീഷേട്ടൻ തന്നെ ഗതികെട്ടിട്ടുണ്ട്. ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞോളൂ എന്ന്. ഇത്രയും നേരം ആരെയാണോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്, ഒരു 5 മിനിറ്റ് ചാൻസ് കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ അനുമോളെ കുത്തി പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേൾക്കാം. അനുമോളുടെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത്. ദാറ്റ് ഡസന്റ് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട്. എഗെയിൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് വാസ് ബിക്കോസ് ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തത് ആ വളഞ്ഞിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാ. എന്തുവാ ഉദ്ദേശിച്ചത്? ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസ്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് വട്ടത്തിൽ വന്നിട്ട് വളഞ്ഞിട്ടൊന്നും ആക്രമിച്ചിട്ടില്ല. ശൈത്യ, ആദില ആണ് മെയിനായിട്ട് കളിച്ചത്. ബാക്കിയുള്ള ആൾക്കാർ ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് പോലെ വട്ടത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടു നിന്നു. പിന്നെ ബിന്നി അങ്ങനത്തെ ബിന്നി ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്താ പെർട്ടിക്കുലർ ആളുടെ പേര് RJ ബിൻസ്, ഇങ്ങനത്തെ കുറേ കോൺവെർസേഷൻ ഉണ്ടായേ. അവിടെ മസ്താനിയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുവിനെ. പക്ഷേ ലക്ഷ്മിയുടെ ഒരു സപ്പോർട്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി നല്ല ബുദ്ധിയുള്ള ആളാണ്, നല്ല വിവരമുള്ള ആളാണ്. ആ കളിയാണ് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് നിന്ന് ഗെയിം കണ്ടതിൽ കൂടെ ലക്ഷ്മി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ അനുമോളെ കയറി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അനുമോളുടെ ഫാൻ ബേസസിൻ്റെ വോട്ടും കൂടെ എനിക്ക് കിട്ടും എന്നുള്ള നല്ല ക്ലിയർ പക്ക നോളജിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷ്മി എന്ത് ചെയ്തിട്ടുള്ളത്, അനുവിനെ കയറി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊക്കെ ചെന്ന് പറയുക അനു പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിരുന്നു. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അനുവിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാൾ ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി ഫ്രണ്ടിൽ വന്ന് പറയുന്നില്ല എന്നേലൂ. ലക്ഷ്മി പല മൂലയ്ക്ക് നിന്ന് പരദൂഷണത്തിൻ്റെ റാണിയായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഈ ലക്ഷ്മിയാണ് ഇപ്പം ചെന്ന് ഈ മാറ്റി പറയുന്നത്. നാണല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ പൊതുവേ ഈ പല സ്വഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്പനിയായി നിന്നവർ, ഇപ്പോൾ ആദില, നൂറ, അനു ഭയങ്കര കമ്പനിയായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ കുറേ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പൊതുവേ ഈ ബിഗ് ബോസിൽ കാണലുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യന്മാരെ പിടിച്ച് പോകുന്ന ഒരാളെ കണ്ടേ. ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഞാൻ ബേസിക്കലി ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന നിലയിൽ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണെന്നും ബോൾഡ് ആണെന്നും സ്ട്രോങ് ആണെന്നും ഒപ്പീനിയനിൽ പിടിച്ചു നിൽക്കുന്ന ഒരു
വ്യക്തിയാണ് എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളി സീരിയസ്ലി ഒരു വിധേനയും ഡൈജസ്റ്റ് ആവാത്ത ഒരു സാധനം. ആൻഡ് ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള പ്രവീൺ ലക്ഷ്മിന്റെ ഈ മാറ്റത്തെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ന്യൂസാണ്. അതായത് കപ്പ് കിട്ടിയപ്പോൾ ലക്ഷ്മി അനുമോൾക്കൊപ്പമായിരുന്നു. 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി അന്വേഷണൊപ്പം ഉണ്ട്. കുമ്പിടിയാണോ അതോ അതായത് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്സ് ആണോ? അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? എനിക്കത് ലൈം ലൈറ്റ് ഗിമിക്സ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. കാരണം കുറെ അടുത്ത് ലക്ഷ്മി ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ലക്ഷ്മിയുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്ന ലക്ഷ്മിയുടെ ആ ഒരു ആശയത്തോടാണ് എനിക്കെതിരുള്ളത്. കാരണം എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഇവൻ അനുമോളുടെ അടുത്ത് പെട്ടെന്ന് ആൾക്കൊരു റീ എൻട്രി ആയി പെട്ടെന്നൊരു സപ്പോർട്ട് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ അത് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്, ആള് സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുത്തു എന്ന്. അനുമോള് ഇവൻ ലക്ഷ്മി എവിക്റ്റ് ആയി വന്ന വീഡിയോ ഇല്ല, ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏറ്റവും ഫേക്ക് ആയിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ് അനുമോള്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൾക്ക് ലൈഫിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരാളിനും അനുമോളായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് റീ എൻട്രി ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്തത് കാരണം ഇതായിരുന്നു, അത് ഗെയിം ആയിരുന്നു. ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാം വൈൽഡ് കാർഡുകളായിരുന്നു. ഞങ്ങൾ ഗെയിം കണ്ടിട്ട് ആ വീടിനകത്ത് കയറിയത്. ഞങ്ങൾക്കപ്പോൾ ഓൾറെഡി അവരുടെ ക്യാരക്ടർ അറിയാം. അപ്പൊ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി പെട്ടെന്ന് അനീഷുമായിട്ടും അനീഷിന് 10 ലക്ഷം രൂപ കോൺഫിഡന്റ് കൊടുത്തപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കുറെ ക്ലിപ്സ് കണ്ടു. അതും ലക്ഷ്മി എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ ഇടുന്നു. അതൊക്കെ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ക്ലൗഡ് ചേസിംഗ് പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ ലക്ഷ്മിക്ക് റീച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡ് ചേസറായിട്ട് ഫീൽ ചെയ്യുന്നു ലക്ഷ്മിനെ. കാരണം ഇല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്ത് ആ ഒരു അനുമോളോടുള്ള അപ്രോച്ചാണ്. ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രേക്ഷകർ പറയുമായിരിക്കും ഇല്ല ഭയങ്കര മോട്ടിവേഷൻ ആണ്, നിങ്ങൾ 24/7 കാണുന്നില്ല. 24/7 സ്ട്രീമിംഗ് കണ്ടാലും നമ്മൾ ആ വീടിനകത്തുള്ള ആളാണ്. മാത്രമല്ല ഞാൻ ഡേ 1 മുതൽ അനുമോളുടെ സപ്പോർട്ടറായിട്ട് നിന്ന ആളാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ തെറ്റുകളുണ്ടെങ്കിലോ അനുമോളുടെ തന്നെ മുഖത്തോക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ആൾക്കാർ എങ്ങനെ ആ സമയത്ത് അനുമോളെ ട്രീറ്റ് ചെയ്തതെന്ന്. പെട്ടെന്ന് വരുമ്പോൾ ഈ സപ്പോർട്ടും കാണുമ്പോൾ അതെനിക്ക് അങ്ങനെ ഒരു റീച്ചിനും TRPക്കും അതൊരു കറക്റ്റ് കാര്യമാണ്. ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി അനുമോളുമായിട്ട് ചെറിയൊരു കോംബോ പിടിച്ചേനെ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അധിക ദിവസം ബിഗ് ബോസിൽ പ്രവീൺ നിന്നിരുന്നെങ്കിൽ. ഫസ്റ്റ് തൊട്ടിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്, ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഭയങ്കര ഒരു കോൺവെർസേഷൻ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മോട്ടിവേഷനും വിഷമം പറയലും സന്തോഷം പറയലും സങ്കടം പറയലും ഈ സാധനങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തി ഇതിനെ പറഞ്ഞിട്ടുള്ളത് റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. അത് തന്നെ നമുക്ക് പറയാനുള്ളത്, റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണ്. അനുമോളുടെ അന്തം ഫാൻസ് കയറി സപ്പോർട്ട് ചെയ്തോട്ടെ, അനീഷേട്ടൻ്റെ ഫാൻസ് ഒരിക്കലും ഈ ഒരു കളിക്ക് നിങ്ങൾ കയറി സപ്പോർട്ട് ചെയ്യരുത്. പകരം നല്ല രീതിയിൽ അങ്ങ് ഊക്കി വിട്ടോ. ഏറ്റവും കൂടുതൽ അനീഷിനെ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങൾ 10 ആളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു ആദ്യത്തെ 3-4 ആളുടെ നടുക്ക് നിൽക്കുന്ന ആളാണ് ഇപ്പം അനീഷിനെ തോളത്ത് കൈയിടുന്നത്. ഈ പ്രവീൺ പറഞ്ഞതുപോലെ അനുമോളുമായിട്ട് ഒരു കമ്പനി വെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഡ്രാമ കളിക്കുന്നത് അനുമോളാന്ന് പറഞ്ഞ ആളാണ്. അനുമോൾ ഇറങ്ങിയ പാട് സ്നേഹം കാണിക്കുന്നു, അനുമോളുടെ കൂടി വീഡിയോ എടുക്കുന്നു, ഓ മൈ നൈറ്റ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. എന്തൊരു ഡ്രാമയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. റീച്ചൊക്കെ നല്ലതാണോ? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റീച്ച് ഉണ്ടാക്കാം. പോസിറ്റീവായിട്ട് റീച്ച് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് രണ്ടിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് 1 ഈസ് പോസിറ്റീവ്, 1 ഈസ് നെഗറ്റീവ്. പക്ഷെ ഇതൊന്നും അല്ലാണ്ട് പറ്റി നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അട്ട ഒട്ടി നിൽക്കുന്ന പോലെ ഒട്ടി നിന്ന് അവസരം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദയനീയതയിൽ ലക്ഷ്മി എത്തിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി എത്രയൊക്കെ സ്റ്റാൻഡേർഡ് ഇട്ടാലും ആറ്റിറ്റ്യൂഡ് ഇട്ടാലും റിച്ച്നെസ് കാണിച്ചാലും റീച്ചിൻ്റെ മുമ്പിൽ വെറും ഇതായി പോയല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പം കുമ്പിടിക്കാതെ അത്രയേ പറയാനുള്ളൂ. അതിന് മുമ്പ് രസകരമായിട്ട് നമ്മളുടെ ഒരു പാസ്റ്റ് ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഈ വീഡിയോ ബേസിക്കലി സംസാരിക്കുന്നത് നമ്മളുടെ അപ്സരയാണ്. അപ്സര പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വേഗം ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം, നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു PR-നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോവാം. പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും കയറുന്നതിന് മുമ്പ്, എങ്ങനെ ചെയ്യണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ. അതുപോലെ തന്നെ നിൽക്കുക. പിന്നെ നിങ്ങൾ ടാസ്ക് ചെയ്യരുത്. ടാസ്ക് ഒന്നും ചെയ്ത് ബോഡി ഒന്നും നശിപ്പിക്കരുത്. കാരണം നമ്മുടെ ഹെൽത്താണ്. ഞാനൊക്കെ അവിടെ പോയി, ഞാൻ ബിന്നിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവിടെ പോയി പട്ടിപ്പണി എടുത്ത ആൾക്കാരാണ്. ഏത് ടാസ്ക് വന്നാൽ ഞങ്ങൾക്ക് പ്രാന്താം. അങ്ങനെ അമ്മ അതിന് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇപ്പം ബാക്ക് പെയിൻ എടുത്തിട്ട് നടക്കാൻ വയ്യ, ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ടാസ്ക് ഒന്നും ചെയ്യരുത്. അത് വെറുതെ ഒരു ഇതാണ്. അപ്പോൾ അത് ടാസ്ക് ഒന്നും ചെയ്യുന്ന ആവശ്യമില്ല. നിങ്ങൾ അവിടെ പോയി കണ്ടന്റ് കൊടുക്കുക. എന്ത് കണ്ടന്റ് കൊടുക്കണമെന്ന് കണ്ടന്റാണ് അവർക്ക് മുഖ്യം. ഇപ്പൊ നമ്മൾ റോഡേ ഡ്രസ്സില്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റാണ്. അപ്പൊ എന്ത് കണ്ടന്റ്, നല്ല കണ്ടന്റ് കൊടുക്കുന്നവരുണ്ട്, മോശം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ കണ്ടന്റാണ് മുഖ്യം വീട്ടിലെ. അവിടെ കണ്ടന്റ് കൊടുക്കുക. പിന്നെ നല്ല പൈസ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോവുക.
വോട്ടിന്റെ ഇതനുസരിച്ച് PR നോക്കിക്കോളും. പൈസ പിശുക്ക് കാണിക്കരുത്. പൈസ കൊടുത്ത് വോട്ട് മേടിച്ചോണം, വിന്നർ ആയിക്കോണം. ഇതിലും വലിയ കുത്തല് വേറെ ഒരു വഴിയും കിട്ടാനില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഇതിലും വലുത് എന്തുവാ പറയേണ്ടത്? സീരിയസ്ലി നല്ല രീതിയിൽ അപ്സര ഊക്കി വിട്ടിട്ടുണ്ട്. അനുമോൾ എന്താ കാണിച്ചേ, അല്ല അനുമോൾ എന്ത് കാണിച്ചു എന്നാണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. ഇത്രയും കാലം അനുമോൾക്ക് PR ഉണ്ട് പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്, PR മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു വ്യക്തിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതിന് ഇതും പറഞ്ഞിട്ടുണ്ട്. PR കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ബിഗ് ബോസിൽ പോയി കാണിച്ചാൽ അത് അവർ കണ്ടന്റ് ആക്കിക്കൊണ്ട് പോകും. അതിൻ്റെ കൂടെ ഫാമിലി ഇടപെടേണ്ടത്, ഫാമിലി പറയേണ്ടത്, സ്ട്രാറ്റജി, വീഡിയോ, അത് ഇത് കാര്യങ്ങളെല്ലാം. എന്തായാലും PR വിനു ശരിക്കും ഒരു അടിപൊളി മനുഷ്യനാണ്. ബിഗ് ബോസ് കയറുന്നുണ്ടെങ്കിൽ കയറാൻ ഞാൻ പോകാൻ ചാൻസ് ഇല്ല. പോവുകയാണെങ്കിൽ വിനുവിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം, നൈസായിട്ട് കപ്പ് കിട്ടി വന്നാലും. സോ ഗൈസ്, അത്രയേ പറയാനുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ഇറ്റ്സ് ബൈ.